പാവയ്ക്ക ഉള്ളി തീയൽ ഉണ്ടാക്കാനായിട്ട് 2 കൈപ്പയ്ക്ക സ്ലൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക. 25 കുഞ്ഞുള്ളി റെഡിയാക്കി വയ്ക്കുക. അരമുറി നാളികേരം റെഡിയാക്കി വയ്ക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അരമുറി നാളികേരം ഇതിലേക്ക് ഇട്ടിട്ട് 4 ഉള്ളിയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ പരുവമായാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നിറയെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എടുത്തു വെച്ച ഉള്ളിയും കൈപ്പയ്ക്കയും ഇതിലേക്ക് ഇട്ടിട്ട് 6 മിനിറ്റ് നേരം വഴറ്റുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഏകദേശം കളർ മാറിയാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1/2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി കൂട്ടത്തിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോയാൽ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള ചുടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് നേരം വേവിക്കുക. ഉപ്പ് ചേർക്കണം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ കൈപ്പയ്ക്ക് ഏകദേശം വെന്ത് കാണും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാല ചേർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി കുറച്ച് ചുടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത്. ഇത് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു തീയലാണ്. തീയൽ എന്ന് പറഞ്ഞാൽ തിക്ക് ഗ്രേവി ആയിരിക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വേവിച്ചിട്ട് വീണ്ടും 5 മിനിറ്റ് നേരം വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ ഉള്ളി കൈപ്പയ്ക്ക തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് ചേർക്കണം. അതിനായി നമുക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള ഉള്ളി കൈപ്പയ്ക്ക തീയൽ ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കാതെ ചെയ്യുക. ബായ്.